മണ്ണാർക്കാട് ജീവിക്കാനുള്ള അവകാശം പോലെ നല്ല ഭക്ഷണം ലഭ്യമാക്കുക എന്നതും മനുഷ്യാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ കെ ബൈജുനാഥ്. നല്ല ഭക്ഷണം ലഭ്യമാക്കുന്നതിലൂടെ റൂറൽ ബാങ്ക് നാട്ടുചന്ത നടപ്പാക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നാട്ടുചന്ത സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ കാലമായിട്ടുള്ളൊരു ബന്ധമാണ്. മണ്ണാർക്കാട് സ്പെഷ്യൽ കോടതി ജഡ്ജാവുന്ന സമയങ്ങളിലുള്ള ബന്ധമാണ്. കാരണം അതിൻ്റെ നായകന്മാരും അധികവും വക്കീലുമാരും പിന്നെ അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ബന്ധം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നമ്മൾ ഇപ്പോൾ മുതൽ പാസ് ചെയ്യുമ്പോൾ ഞാൻ ബാങ്കിൽ കയറി പോകാറുണ്ട്. ബാങ്കിൻ്റെ ചന്തകൾ കാണാറുണ്ട്. കുറച്ച് കാലങ്ങളായത് പടക്കങ്ങൾ വിൽപ്പന നടത്താറുണ്ട്. അങ്ങനെ വളരെ മണ്ണാർക്കാടുകാരുടെ ജീവിതത്തിൻ്റെ എല്ലാ സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് ഇവരുടെ പ്രവർത്തനം. പ്രത്യേകിച്ച് സഹകരണ മേഖലയിൽ ഇപ്പം വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തീർച്ചയായും മണ്ണാർക്കാട് സഹകരണ ബാങ്ക് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ശക്തി തെളിയിക്കുന്ന ഒരു ഉത്തമ മാതൃകയായിട്ടാണ് ഈ സംരംഭം ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു. കാരണം എവിടെയും കാണാൻ പറ്റാത്ത ഒരു സംഗതി. ശരിക്കും മനുഷ്യാവകാശ പ്രവർത്തകരായി മാറി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മനുഷ്യാവകാശം എന്നത് ജീവിക്കാനുള്ള അവകാശമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം. ജീവിക്കാനുള്ള അവകാശത്തെ ലംഘിക്കുന്ന ഒരു തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ഇപ്പോൾ നമ്മുടെ ഭക്ഷ്യമേഖലയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ളതല്ല, നല്ല ഭക്ഷണം കിട്ടുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെ അവകാശമാണ്. അപ്പോൾ അതിനെ വ്യാപകമായ തോതിൽ ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും നല്ല ഭക്ഷണം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മനുഷ്യാവകാശ പ്രവർത്തനം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. മനുഷ്യാവകാശ കമ്മീഷൻ പ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിനെ അംഗീകരിക്കുന്നു. അത് മാത്രമല്ല, ഇതുപോലുള്ള നാട്ടുചന്തകൾ നമ്മുടെ നാട് മുഴുവൻ ഉണ്ടാവണം. അത് തീർച്ചയായും നമ്മുടെ വരും തലമുറയുടെ ആരോഗ്യ സംരക്ഷണത്തിന് ചിന്താപേക്ഷിതമാണ്. അത് മാത്രമല്ല, ഇവിടെ ഇത് ചുറ്റി കറങ്ങി കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ മേഖലയും ആരോഗ്യ മേഖലയെ വരെ പരിപോഷിപ്പിക്കുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് തീർച്ചയായും സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ മാതൃകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾ, ഇതിൻ്റെ തലച്ചോറ് എന്ന് പറയപ്പെടുന്നതിൻ്റെ സെക്രട്ടറി പുരുഷോത്തമൻ, അതോടൊപ്പം തന്നെ ഈ ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങളെയും ഉത്തരകണ്ഠം പ്രശംസിക്കുന്നു. ഇത് ഇനിയും ഇതിൻ്റെ പ്രവർത്തനം കൂടുതൽ സജീവമാവട്ടെ ആശംസിക്കുന്നു. നല്ല ഭക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മനുഷ്യാവകാശ പ്രവർത്തനമാണ്. ഓസോൺ വാഷ് പ്ലാന്റ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സ്ഥാപിച്ച് വിഷരഹിതമായ പച്ചക്കറികൾ സമൂഹത്തിന് നൽകുന്നതിലൂടെ മനുഷ്യാവകാശം നടപ്പാക്കുക എന്ന വലിയ മാതൃകയാണ് റൂറൽ ബാങ്ക് നടത്തുന്നത്. ഇത്തരം നാട്ടുചന്തകൾ നാട് മുഴുവൻ ഉണ്ടാകണം. വരും തലമുറയുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യമേഖലയെ വരെ പരിപോഷിപ്പിക്കുന്ന നാട്ടുചന്ത സഹകരണ പ്രസ്ഥാനത്തിന് മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാട്ടുചന്ത സന്ദർശിക്കാനെത്തിയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ റൂറൽ ബാങ്ക് സെക്രട്ടറി എം പുരുഷോത്തമനും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു.